കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിലൂടെ സർവീസ് നടത്തിയത് 14 പുതിയ ട്രെയിനുകൾ. 3 ട്രെയിനുകൾ ദീർഘിപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് 23 കർണാടകയിൽ നിന്ന് 14 വണ്ടികളാണ് പുതുതായി ആരംഭിച്ചത്. തമിഴ്നാട്ടിലും കർണാടകയിലും നിന്ന് ആരംഭിച്ച തീവണ്ടി സർവീസുകൾ മിക്കതും ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്ന് റെയിൽവേ വ്യക്തമാക്കി. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് നവംബർ 8 തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് 2025-26 സാമ്പത്തിക വർഷം കേരളത്തിൽ നിന്ന് തുടങ്ങിയ പ്രധാന വണ്ടി. 2026 ജനുവരി 23 താമ്പരം തിരുവനന്തപുരം അമൃത ഭാരത് എക്സ്പ്രസ് തുടങ്ങി. ചർലപ്പള്ളി തിരുവനന്തപുരം അമൃത ഭാരത് എക്സ്പ്രസ്, പാലക്കാട് പൊള്ളാച്ചി മെമു, ഷൊർണൂർ നിലമ്പൂർ മെമു, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ, എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്, നാഗർകോവിൽ മംഗളൂരു അമൃത ഭാരത് എക്സ്പ്രസ്, മംഗളൂരു തിരുനെൽവേലി എക്സ്പ്രസ്, രാമേശ്വരം മംഗളൂരു എക്സ്പ്രസ്, കൊല്ലം എറണാകുളം മെമു, തിരുവനന്തപുരം മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ്, കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ, പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് എന്നിവയാണ് മറ്റ് വണ്ടികൾ. മംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് പാലക്കാട്ടേക്കും, ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്കും, തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്കും നീട്ടി. ഇങ്ങനെ കേരളത്തിന്റെ റെയിൽവേ മേഖലയിൽ സമാനതകളില്ലാത്ത വികസനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കാണാൻ കഴിഞ്ഞത്. ജനം, ഡൽഹി.